നിങ്ങളുടെ നഷ്ടപ്പെട്ട കാന്തിക ശക്തി മാഗ്നറ്റിസം വീണ്ടെടുക്കാനുള്ള 8 ശക്തമായ വഴികൾ. ഓരോ മനുഷ്യനിലും ഒരു സ്വാഭാവികമായ കാന്തിക ശക്തി, നാച്ചുറൽ മാഗ്നറ്റിസമുണ്ട്. മറ്റുള്ളവരെ തങ്ങളിലേക്ക് ആകർഷിക്കുന്ന ഒരു അദൃശ്യമായ ശക്തി. എന്നാൽ കാലക്രമേണ തെറ്റായ ചിന്തകൾ, നെഗറ്റീവ് ഊർജം, ആത്മവിശ്വാസമില്ലായ്മ, സെൽഫ് ഡൗട്ട് എന്നിവ ഈ ശക്തിയെ ദുർബലമാക്കുന്നു. ഇന്ന് ഈ വീഡിയോയിൽ നഷ്ടപ്പെട്ട ആ കാന്തിക ശക്തിയെ വീണ്ടും ഉണർത്തുന്ന 8 അത്യധികം ശക്തമായ വഴികളെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഇത് യാതൊരു മാജിക്കുമല്ലെന്ന് വിശ്വസിക്കുക. ഇവ പൂർണ്ണമായും ശാസ്ത്രീയവും പ്രായോഗികവുമായ മാർഗങ്ങളാണ്. നിങ്ങൾ ഇന്നു മുതൽ ഇവ ജീവിതത്തിൽ പ്രയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിത്വത്തിൽ അവിശ്വസനീയമായ ഒരു മാറ്റമുണ്ടാകും. അതാർക്കും കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആളുകൾ നിങ്ങളെ ശ്രദ്ധിക്കാനും ഇഷ്ടപ്പെടാനും നിങ്ങളുടെ അടുത്ത് ഉണ്ടായിരിക്കാൻ ആഗ്രഹിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ തീർച്ചയായും കാണുക. കാന്തിക മണ്ഡലം അഥവാ ഓറ എന്താണ്? ആദ്യം നമുക്ക് മനസ്സിലാക്കാം, എന്താണ് ഈ കാന്തിക മണ്ഡലം അഥവാ ഓറ? ഇത് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും മാറ്റിമറിക്കാൻ കഴിയുന്നത്? നമ്മൾ ദേവീദേവന്മാരുടെ ചിത്രങ്ങൾ കാണുമ്പോൾ അവരുടെ ശിരസിന് പിന്നിൽ തിളക്കമുള്ള ഒരു വലയം കാണാറുണ്ട്, ഒരു നേരിയ പ്രകാശം. ആ പ്രകാശമാണ് യഥാർത്ഥത്തിൽ അവരുടെ ഓറയുടെ പ്രതീകം. ഇത് വെറും ഒരു മതപരമായ സങ്കല്പം മാത്രമല്ല. ഓരോ ജീവനുള്ള വസ്തുവിനും ചുറ്റും ഒരു ഊർജ്ജവലയമുണ്ടെന്ന് ഇത് സൂചിപ്പിക്കുന്നു. ഈ ഓറ രൂപപ്പെടുന്നത് നമ്മുടെ ചിന്തകൾ, വികാരങ്ങൾ, ഊർജം എന്നിവയിൽ നിന്നാണ്. ഇനി നമുക്ക് ശാസ്ത്രത്തെക്കുറിച്ച് സംസാരിക്കാം. ഓരോ ജീവനുള്ള വസ്തുവിനും, അത് മരമായാലും മൃഗമായാലും മനുഷ്യനായാലും, ചുറ്റുമൊരു വൈദ്യുതകാന്തിക മണ്ഡലം, ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് ശാസ്ത്രവും സമ്മതിക്കുന്നു. ഒരു ചെറിയ കാന്തം വെച്ചാൽ പോലും അതിനു ചുറ്റും ഒരു ഊർജ്ജമണ്ഡലം രൂപപ്പെടുന്നു. അപ്പോൾ ചിന്തിക്കൂ, ഒരു ചെറിയ കാന്തത്തിന് അതിൻ്റേതായ മണ്ഡലം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ വികാരങ്ങളും ചിന്തകളും ബോധവും നിറഞ്ഞ നമ്മൾ മനുഷ്യരുടെ കാന്തിക മണ്ഡലം എത്രത്തോളം ശക്തമായിരിക്കും? വ്യത്യാസം ഇത്രമാത്രം: ചിലരുടെ ഓറ ശോഭയുള്ളതും ശക്തവുമാണ്, മറ്റു ചിലരുടേത് മങ്ങിയതും ദുർബലമായതും ചുരുങ്ങിയതുമാണ്. നിങ്ങളുടെ ഓറ ശക്തമാകുമ്പോൾ ആളുകൾ സ്വാഭാവികമായി നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നു. നിങ്ങളെ കാണുമ്പോൾ തന്നെ ആളുകൾക്ക് ഒരു പോസിറ്റീവ് വൈബ് അനുഭവപ്പെടുന്നു. എന്നാൽ ഓറ ദുർബലമാകുമ്പോൾ ആളുകൾ നിങ്ങളെ ശ്രദ്ധിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഒരുതരം അകൽച്ച, ഡിസ്കണക്ട് അനുഭവിക്കുകയോ ചെയ്യുന്നു. അതുകൊണ്ട് ആളുകൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം നിങ്ങളുടെ ഊർജ്ജമണ്ഡലത്തെ, അതായത് ഓറയെ ശക്തിപ്പെടുത്താൻ പഠിക്കുക. സന്തോഷവാർത്ത എന്തെന്നാൽ ഇത് ഒരു പ്രയാസമുള്ള കാര്യമല്ല. നിങ്ങളുടെ ചിന്തകളിലും ശീലങ്ങളിലും ഊർജ്ജത്തിലും അല്പം ശ്രദ്ധ കൊടുത്താൽ മതി. നിങ്ങളുടെ ഓറയെ നിങ്ങൾക്ക് അതിവേഗം മിനുക്കിയെടുക്കാൻ സാധിക്കും. ഇനി ഞാൻ പറയാൻ പോകുന്ന 8 വഴികൾ നിങ്ങളുടെ ഈ കാന്തിക ശക്തിയെ ഉണർത്താൻ സഹായിക്കും. 1. നേത്രബന്ധം, ഐ കോണ്ടാക്ട് എന്ന കലയിൽ പ്രാവീണ്യം നേടുക. നേത്രബന്ധം എന്നത് ഒരു ചെറിയ കഴിവല്ല. സംസാരിക്കാതെ തന്നെ നിങ്ങളുടെ ആത്മവിശ്വാസം മറ്റൊരാളിലേക്ക് എത്തിക്കുന്ന ഒരു ശക്തിയാണിത്. ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് മറ്റുള്ളവരുടെ കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കുന്നവരെ കൂടുതൽ ആത്മവിശ്വാസമുള്ളവരും വിശ്വസ്തരും ആകർഷകരുമായി കണക്കാക്കുന്നു എന്നാണ്. എന്നാൽ എല്ലാവർക്കും നേത്രബന്ധം നിലനിർത്തുന്നത് എളുപ്പമല്ല. പലപ്പോഴും മറ്റൊരാളുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് പേടിയോ അസ്വസ്ഥതയോ അനുഭവപ്പെടാറുണ്ട്. ഇതിനൊരു ലളിതമായ വിദ്യയുണ്ട്. നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അവരുടെ കണ്ണുകളുടെ നിറം തിരിച്ചറിയാൻ ശ്രമിക്കുക. ഉദാഹരണത്തിന്, അവരുടെ കണ്ണുകൾ കടും തവിട്ട് നിറമാണോ അതോ ഇളം നീലയാണോ എന്ന് ശ്രദ്ധിക്കുക. ഈ ചെറിയ ശ്രദ്ധാതന്ത്രം 2 കാര്യങ്ങൾക്ക് സഹായിക്കും. 1. നിങ്ങളുടെ ശ്രദ്ധ അസ്വസ്ഥതയിൽ നിന്ന് നിറം തിരിച്ചറിയുന്നതിലേക്ക് മാറും. 2. നേത്രബന്ധം സ്വാഭാവികമായും എളുപ്പത്തിലും നിലനിർത്താൻ സാധിക്കും. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, കണ്ണുകളിലേക്ക് മാത്രം നോക്കി മറ്റൊരാൾക്ക് അസ്വസ്ഥതയുണ്ടാക്കരുത്. നേത്രബന്ധം സ്വാഭാവികവും സൗമ്യവുമാവട്ടെ. ഒരു ചെറു പുഞ്ചിരിയോടെ തല ചെറുതായി ചലിപ്പിക്കുന്നതും സംഭാഷണം സൗഹൃദപരവും സുഖകരവുമാക്കാൻ സഹായിക്കും. ഓർക്കുക, നിങ്ങൾ ഒരാളോട് പൂർണ്ണ ശ്രദ്ധയോടെയും ആത്മവിശ്വാസത്തോടെയും കണ്ണു നോക്കുമ്പോൾ നിങ്ങൾക്ക് അവരിൽ യഥാർത്ഥ താൽപ്പര്യമുണ്ടെന്ന് അവർക്ക് അനുഭവപ്പെടും. ഈ ചെറിയ കാര്യം നിങ്ങളെ ജനക്കൂട്ടത്തിൽ നിന്ന് വേറിട്ട് നിർത്തും. 2. നിങ്ങളുടെ ശരീരഭാഷ, ബോഡി ലാംഗ്വേജ് ആത്മവിശ്വാസമുള്ളതും തുറന്നതുമാക്കുക. നിങ്ങളുടെ ശരീരഭാഷ, നിങ്ങൾ നിൽക്കുന്ന, ഇരിക്കുന്ന, നടക്കുന്ന, സംസാരിക്കുന്ന രീതി, ഇതെല്ലാം നിങ്ങളെക്കുറിച്ച് സംസാരിക്കാതെ തന്നെ ഒരു കഥ പറയുന്നു. നിങ്ങളുടെ ശരീരം ചുരുങ്ങിയും തോളുകൾ കൂനിയും കഴുത്ത് താഴ്ന്നുമിരിക്കുകയാണെങ്കിൽ നിങ്ങൾ എത്ര നല്ല കാര്യങ്ങൾ പറഞ്ഞാലും മറ്റൊരാൾ നിങ്ങളെ ഒരു ദുർബലനോ ഭയമുള്ളവനോ ആയി കാണും. എന്നാൽ നിങ്ങളുടെ ശരീരം തുറന്നതും തോളുകൾ നിവർന്നതും നെഞ്ച് ചെറുതായി ഉയർന്നതും തല ഉയർത്തിയതുമാണെങ്കിൽ ഒരു വാക്കുപോലും സംസാരിക്കാതെ നിങ്ങൾ സ്വാഭാവികമായി ആത്മവിശ്വാസമുള്ളവരായി തോന്നും. ഇവിടെ ഒരു ലളിതമായ നിയമമുണ്ട്: കൂടുതൽ ഇടമെടുക്കുക, ടേക്ക് മോർ സ്പേസ്. നിങ്ങളുടെ ഇടത്തിന് നിങ്ങൾക്ക് അവകാശമുണ്ടെന്ന് കാണിക്കുക.
ഒരു മീറ്റിംഗ് റൂമിലാണെന്ന് സങ്കൽപ്പിക്കുക. നിങ്ങൾ കസേരയിൽ ഒതുങ്ങിക്കൂടിയിരുന്നാൽ ചെറുതായി തോന്നും. എന്നാൽ നിങ്ങൾ ശാന്തനായി കൈകൾ സൗകര്യപൂർവ്വം വിരിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ മൊത്തം അന്തരീക്ഷത്തിൽ ഒരു പോസിറ്റീവ് സാന്നിധ്യം സൃഷ്ടിക്കുന്നു. ശരീരം എത്രത്തോളം തുറന്നിരിക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ആത്മവിശ്വാസം പുറത്തേക്ക് പ്രവഹിക്കും. ഇതൊരു അത്ഭുതകരമായ ശാസ്ത്രീയ വസ്തുതയാണ്. നെഞ്ചുവിരിച്ചു നിൽക്കുന്നത് പോലെയുള്ള പവർ പോസസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ ആത്മവിശ്വാസത്തിന്റെ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോൺ വർദ്ധിക്കുകയും സമ്മർദ്ദത്തിന്റെ ഹോർമോണായ കോർട്ടിസോൾ കുറയുകയും ചെയ്യും. അതായത് ശരീരത്തെ ശരിയായ നിലയിൽ നിർത്തിയാൽ നിങ്ങൾക്ക് ശരിക്കും ഉള്ളിൽ കൂടുതൽ ആത്മവിശ്വാസം അനുഭവിക്കാൻ കഴിയും. അടുത്ത തവണ നിങ്ങൾ നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യുമ്പോൾ ഓർക്കുക, തോളുകൾ പിന്നോട്ട് നിവർന്നിരിക്കുക, കഴുത്ത് ഉയർത്തുക, കാലുകൾ ചെറുതായി അകറ്റി ഒരു ശക്തമായ അടിത്തറ നൽകുക. ശ്വാസം ആഴത്തിലും ശാന്തവുമാകട്ടെ. നിങ്ങൾ ഈ രീതിയിൽ നിങ്ങളുടെ ശരീരം തുറന്നതും ശക്തവുമായി നിലനിർത്തുമ്പോൾ മറ്റുള്ളവർ മാത്രമല്ല, നിങ്ങൾ പോലും നിങ്ങളുടെ ഉള്ളിൽ ഒരു പുതിയ ശക്തി അനുഭവിക്കും. ഈ ശക്തിയാണ് നിങ്ങളെ ആളുകൾക്കിടയിൽ സ്വാഭാവികമായി ആകർഷകനാക്കുന്നത്. 3. നിങ്ങളുടെ ഊർജവും വൈബ്രേഷനും എനർജി ആൻഡ് വൈബ്രേഷൻ എപ്പോഴും ഉയർന്ന നിലയിൽ നിലനിർത്തുക. ആകർഷണം നിങ്ങളുടെ മുഖത്തുനിന്നോ വസ്ത്രങ്ങളിൽ നിന്നോ മാത്രമല്ല വരുന്നത്. യഥാർത്ഥ ആകർഷണം വരുന്നത് നിങ്ങളുടെ ഊർജത്തിൽ നിന്നാണ്. നിങ്ങളുടെ ഊർജം പോസിറ്റീവായിരിക്കുമ്പോൾ പ്രത്യേക കാരണമൊന്നുമില്ലാതെ ആളുകൾക്ക് നിങ്ങളുടെ കൂടെ സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടും. നിങ്ങളുടെ ഊർജം താഴ്ന്നതോ നെഗറ്റീവോ ആണെങ്കിൽ നിങ്ങൾ എത്ര നല്ല കാര്യങ്ങൾ പറഞ്ഞാലും ആളുകൾ നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ ആഗ്രഹിക്കും. എങ്ങനെയാണ് ഊർജം ഉയർന്ന നിലയിൽ നിലനിർത്തുക? ഉത്തരം വളരെ ലളിതമാണ്, എന്നാൽ ഫലപ്രദമായ 3 ശീലങ്ങൾ. ഒന്നാമത്തെ ശീലം, ചിന്തകളും വികാരങ്ങളും പോസിറ്റീവായി നിലനിർത്തുക. നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ വൈബ്രേഷന്റെ അടിസ്ഥാനം. ഞാൻ കൊള്ളില്ല, ആർക്കും എന്നെ ഇഷ്ടപ്പെടില്ല എന്നിങ്ങനെയുള്ള നെഗറ്റീവ് കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും മനസ്സിൽ ആവർത്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഊർജവും ഭാരമുള്ളതും വിരസവുമായി മാറും. അതിനാൽ എല്ലാ ദിവസവും രാവിലെ നിങ്ങളോടൊരു പോസിറ്റീവ് വാചകം പറയുക. ഞാൻ എന്റെ ജീവിതത്തിലെ പോസിറ്റിവിറ്റിയുടെ കേന്ദ്രമാണ്. എന്നിൽ ആളുകളെ ആകർഷിക്കുന്ന മനോഹരമായ ഒരു ഊർജമുണ്ട്. രണ്ടാമത്തെ ശീലം, ദീർഘമായി ശ്വാസമെടുക്കുക, മൈൻഡ്ഫുൾനെസ്. നിങ്ങൾക്ക് സമ്മർദ്ദമോ വിഷാദമോ അനുഭവപ്പെടുമ്പോൾ 3 തവണ ആഴത്തിൽ ശ്വാസമെടുക്കുക. ശ്വാസമുള്ളിലേക്കെടുക്കുമ്പോൾ ഞാൻ പോസിറ്റീവ് ഊർജം സ്വീകരിക്കുന്നു എന്ന് ചിന്തിക്കുക. പുറത്തേക്ക് വിടുമ്പോൾ ഞാൻ എല്ലാ നെഗറ്റിവിറ്റിയും പുറത്തേക്ക് കളയുന്നു എന്ന് ചിന്തിക്കുക. ഈ ചെറിയ വ്യായാമം നിങ്ങളുടെ ഊർജത്തെ തൽക്ഷണം റീസെറ്റ് ചെയ്യാൻ സഹായിക്കും. മൂന്നാമത്തെ ശീലം, നെഗറ്റീവ്, വിഷമുള്ള ആളുകളിൽ നിന്ന് അകലം പാലിക്കുക. നിങ്ങൾ എത്ര പോസിറ്റീവാണെങ്കിലും എപ്പോഴും പരാതി പറയുന്നവരും കുറ്റം പറയുന്നവരും പ്രശ്നങ്ങളുണ്ടാക്കുന്നവരുമായ ആളുകളുമായി നിങ്ങൾ നിരന്തരം ഇടപഴകുകയാണെങ്കിൽ നിങ്ങളുടെ ഊർജം പതുക്കെ താഴേക്ക് പോകും. അതുകൊണ്ട് പോസിറ്റീവ് സംസാരമുള്ള, പ്രചോദനമുള്ള, പുരോഗതിയുടെ ഊർജമുള്ള ചുറ്റുപാടുകളിൽ കഴിയാൻ ശ്രമിക്കുക. ഓർക്കുക, നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലും ചുറ്റിലും പരിപാലിക്കുന്നതെന്താണോ അതാണ് നിങ്ങളുടെ വൈബ്രേഷൻ. നിങ്ങളുടെ വൈബ്രേഷൻ ഉയർന്നതായിരിക്കുമ്പോൾ ആളുകൾക്ക് നിങ്ങളെ കാണുമ്പോൾ തന്നെ ഈ വ്യക്തിയുടെ അടുത്തിരിക്കുന്നത് നല്ലതാണ് എന്ന് തോന്നും. ഇതാണ് മിണ്ടാതെയും പ്രവർത്തിക്കുന്ന കാന്തിക ശക്തി. 4. ആധികാരികമായിരിക്കുക. ബി ഓത്തന്റിക്. വ്യാജനാകരുത്. ലോകത്ത് ലക്ഷക്കണക്കിന് ആളുകൾ കാപട്യത്തിൽ ജീവിക്കുന്നു. മറ്റുള്ളവരെ ആകർഷിക്കാൻ വേണ്ടി തങ്ങളല്ലാത്ത ഒരാളായി അഭിനയിക്കുന്നു. എന്നാൽ ആളുകൾക്ക് കള്ളത്തരം വേഗത്തിൽ തിരിച്ചറിയാൻ കഴിയും. വ്യാജഭാവം ഒരു വലിയ ആകർഷണക്കുറവാണ്. യഥാർത്ഥ ആകർഷണമുണ്ടാകുന്നത് നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണോ അത് തുറന്നു കാണിക്കുമ്പോഴാണ്, യാതൊരു പ്രകടനവുമില്ലാതെ. ഓർക്കുക, ആധികാരികത, ഓത്തന്റിസിറ്റി എന്നത് സ്വയം ഒരു കാന്തിക ശക്തിയാണ്. നിങ്ങളുടെ നന്മകളോടും പോരായ്മകളോടും കൂടി നിങ്ങൾ നിങ്ങളെത്തന്നെ പൂർണ്ണമായി അംഗീകരിക്കുമ്പോൾ നിങ്ങളുടെ ഊർജത്തിൽ ഒരു പ്രത്യേക ബലം കൈവരും. 2 പേരെക്കുറിച്ച് ചിന്തിക്കൂ. ഒരാൾ എപ്പോഴും താൻ തികഞ്ഞവനാണെന്ന് കാണിക്കാൻ ശ്രമിക്കുന്നു. മറ്റൊരാൾ തന്റെ ചെറിയ പോരായ്മകളെപ്പോലും തമാശയായി എടുക്കുന്നു. നിങ്ങൾ ആരുടെ കൂടെയായിരിക്കും കൂടുതൽ സുഖകരമായി സംസാരിക്കുക? തീർച്ചയായും യഥാർത്ഥമായിട്ടുള്ള ആളോടൊപ്പം. നിങ്ങൾ എങ്ങനെ ആധികാരികനാകും? 1-ാം ഘട്ടം, നിങ്ങളെത്തന്നെ അംഗീകരിക്കാൻ പഠിക്കുക. നിങ്ങളുടെ കഴിവുകളെയും പോരായ്മകളെയും നിങ്ങളെത്തന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും വിധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും നിങ്ങളെ സ്നേഹിക്കാൻ കഴിയില്ല. നിങ്ങൾ നിങ്ങളുമായി ബന്ധപ്പെടുന്നില്ലെങ്കിൽ മറ്റൊരാൾക്കും നിങ്ങളുമായി ബന്ധപ്പെടാൻ കഴിയില്ല. 2-ാം ഘട്ടം, നിങ്ങളുടെ തനിമ, യൂണീക്നെസ് തിരിച്ചറിയുക, അതിനെ ചേർത്ത് പിടിക്കുക. ഓരോ മനുഷ്യനിലും മറ്റെല്ലാവരിൽ നിന്നും അവരെ വ്യത്യസ്തരാക്കുന്ന ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതയെ ഒളിച്ചുവെക്കരുത്, അതിനെ മിനുക്കിയെടുക്കുക. നിങ്ങളുടെ ചിരി ഉച്ചത്തിലാണെങ്കിൽ, അതല്ലെങ്കിൽ സംസാരിക്കുന്ന രീതി അല്പം വ്യത്യസ്തമാണെങ്കിൽ അതിനെ നാണക്കേടായി കാണരുത്. അതാണ് നിങ്ങളുടെ അടയാളം, നിങ്ങളുടെ യൂണിക് സിഗ്നേച്ചർ. ഏറ്റവും പ്രധാനം, മറ്റുള്ളവരുമായി നിങ്ങളെ താരതമ്യം ചെയ്യുന്നത് നിർത്തുക. താരതമ്യം ആധികാരികതയെ കൊല്ലുന്നു. നിങ്ങളായിരിക്കുന്നതുപോലെ തന്നെ അതുല്യനാണ്.
നിങ്ങൾ നിങ്ങളുടെ യാഥാർത്ഥ്യം അംഗീകരിക്കുമ്പോൾ നിങ്ങളുടെ മുഴുവൻ ശരീരഭാഷയും ഊർജ്ജവും വൈബും മാറും. ഇതാണ് ജനക്കൂട്ടത്തിലും നിങ്ങളെ വേറിട്ട് നിർത്തുന്ന യഥാർത്ഥ കാന്തിക ശക്തി. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ ആളുകളുടെ ഇടയിലേക്ക് പോകുമ്പോൾ ഒരു മുഖംമൂടി ധരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളായിരിക്കുക, യഥാർത്ഥവും സത്യസന്ധവും പൂർണ്ണ ഹൃദയത്തോടെയും. 5. ശ്രദ്ധിച്ച് കേൾക്കാനുള്ള കലയിൽ ലിസണിംഗ് പ്രാവീണ്യം നേടുക. കേൾക്കുക എന്നത് നിങ്ങളെ കൂടുതൽ ആകർഷകനാക്കുകയും നിങ്ങളുടെ ചുറ്റുമുള്ള ബന്ധങ്ങളെ ആഴത്തിലാക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കലയാണ്. ഇന്നത്തെ ലോകത്ത് എല്ലാവരും സംസാരിക്കുന്നു, എല്ലാവർക്കും അവരവരുടെ കാര്യം പറയാൻ തിരക്കുകൂട്ടുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഹൃദയം കൊണ്ട് കേൾക്കുന്നവർ വളരെ കുറവാണ്. ഇവിടെയാണ് നിങ്ങൾക്ക് എല്ലാവരിൽ നിന്നും വ്യത്യസ്തനാകാൻ കഴിയുന്നത്. ഒരു നിമിഷം നിർത്തി ചിന്തിക്കൂ. ആരെങ്കിലും നിങ്ങളെ തടസ്സപ്പെടുത്താതെ, തിരക്കുകൂട്ടാതെ, പൂർണ്ണ ശ്രദ്ധയോടെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തു തോന്നുന്നു? തീർച്ചയായും ബഹുമാനവും അടുപ്പവും അനുഭവപ്പെടുന്നു. ഈ വികാരം നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകുകയാണെങ്കിൽ അവർക്ക് നിങ്ങളുമായി ബന്ധപ്പെടാൻ ആഗ്രഹിക്കും. കേൾക്കുന്നതിന് 2 വഴികളുണ്ട്. 1. മറുപടി പറയാൻ കേൾക്കുക, ലിസൺ ടു റിപ്ലൈ. അതായത് മറ്റേയാൾ നിർത്താൻ കാത്തിരുന്ന് ഞാൻ എന്തു പറയണമെന്ന് ആലോചിച്ചിരിക്കുക. 2. മനസ്സിലാക്കാൻ കേൾക്കുക, ലിസൺ ടു അണ്ടർസ്റ്റാൻഡ്. അതായത് മറ്റേയാളെ മനസ്സിലാക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കുക. നിങ്ങൾ നിങ്ങളുടെ ആകർഷണീയത വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മനസ്സിലാക്കാൻ കേൾക്കുന്ന ശീലം വളർത്തുക. ഒരു സുഹൃത്ത് അവരുടെ പ്രശ്നം പങ്കുവയ്ക്കുകയാണെങ്കിൽ ഉപദേശം നൽകുന്നതിനോ വിധിക്കുന്നതിനോ പകരം പൂർണ്ണമായി ശ്രദ്ധിക്കുക. അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവർ പറഞ്ഞു നിർത്തുമ്പോൾ ഒരു ചെറിയ വാക്ക് പറയുക, നിങ്ങൾക്കെങ്ങനെ തോന്നുന്നുവെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും, അല്ലെങ്കിൽ ഇത് ശരിക്കും ബുദ്ധിമുട്ടായിരുന്നിരിക്കും. ഈ ചെറിയ പ്രതികരണങ്ങൾ അവർക്ക് നിങ്ങളവരെ ശരിക്കും മനസ്സിലാക്കുന്നുണ്ടെന്ന തോന്നൽ നൽകും. ശ്രദ്ധിച്ച് കേൾക്കുന്നതിനുള്ള ചില ലളിതവും ശക്തവുമായ നുറുങ്ങുകൾ. മറ്റേയാളുടെ കണ്ണുകളിൽ നോക്കുക, പക്ഷേ ശാന്തമായി. ഇടയ്ക്കിടെ തടസ്സപ്പെടുത്തരുത്. ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ആംഗ്യങ്ങളിലൂടെ കാണിക്കുക, തലയാട്ടുക, ചെറുചിരി നൽകുക. മനസ്സിൽ ഉടൻ മറുപടി തയ്യാറാക്കുന്നതിനു പകരം സംസാരം പൂർത്തിയാക്കാൻ അനുവദിക്കുക. ഓർക്കുക, ഓരോ മനുഷ്യനും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് കേൾക്കപ്പെടുക, മനസ്സിലാക്കപ്പെടുക, പ്രാധാന്യം നൽകപ്പെടുക എന്നിവയാണ്. നിങ്ങൾ മറ്റുള്ളവർക്ക് ഈ വികാരം നൽകുമ്പോൾ സ്വാഭാവികമായും ആളുകൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. 6. ആശയവിനിമയ വൈദഗ്ധ്യം, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് മെച്ചപ്പെടുത്തുക. സംസാരിക്കാൻ എല്ലാവർക്കും അറിയാം, എന്നാൽ ഫലപ്രദമായി സംസാരിക്കുന്നത് ഒരു കലയാണ്. ഈ കലയാണ് നിങ്ങളെ ജനക്കൂട്ടത്തിൽ വേറിട്ട് നിർത്തുന്നത്. ഓർക്കുക, നിങ്ങളുടെ വാക്കുകൾ വെറും ശബ്ദങ്ങളല്ല. നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ ചിന്തകളുടെയും ഊർജ്ജത്തിന്റെയും ഉദ്ദേശ്യങ്ങളുടെയും കണ്ണാടിയാണ്. ആശയവിനിമയ വൈദഗ്ധ്യം എങ്ങനെ മെച്ചപ്പെടുത്താം? ഇതിന് 3 ലളിതവും എന്നാൽ ശക്തവുമായ വഴികളുണ്ട്. 1-ാം വഴി, വാക്കുകൾ ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കുക. നിങ്ങൾ സംസാരിക്കുമ്പോൾ മറ്റൊരാൾക്ക് പോസിറ്റീവ് ഫീൽ നൽകുന്ന വാക്കുകൾ തിരഞ്ഞെടുക്കുക. എനിക്കറിയില്ല, എന്നെക്കൊണ്ട് കഴിയില്ല, എന്റെ വിധി മോശമാണ് എന്നിങ്ങനെയുള്ള നെഗറ്റീവ് വാക്കുകൾ നിങ്ങളുടെ വൈബിനെ താഴ്ത്തും. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ എന്നാരെങ്കിലും ചോദിച്ചാൽ അറിയില്ല എന്ന് പറയുന്നതിനു പകരം ഞാൻ ശ്രമിക്കാം എന്ന് പറയുക. ഈ ചെറിയ മാറ്റം നിങ്ങളുടെ ഊർജ്ജത്തെ പോസിറ്റീവാക്കും, മറ്റേയാൾക്ക് വിശ്വാസം നൽകും. 2-ാം വഴി, നിങ്ങളുടെ ശബ്ദത്തിലും ടോണിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വാക്കുകൾ മാത്രമല്ല, അവ എങ്ങനെ പറയുന്നു എന്നതും പ്രധാനമാണ്. ശാന്തവും സ്ഥിരതയുള്ളതും ആത്മവിശ്വാസമുള്ളതുമായ ഒരു ശബ്ദം നിങ്ങൾ വിശ്വസ്തനായ ഒരു വ്യക്തിയാണെന്ന് മറ്റേയാൾക്ക് ഉടൻ അനുഭവിക്കാൻ കഴിയും. സംസാരിക്കുമ്പോൾ ശബ്ദം അധികം കൂട്ടുകയോ കുറയ്ക്കുകയോ അരുത്. ഓരോ വാചകത്തിനുമിടയിൽ ചെറിയ ഇടവേളകൾ, പോസസ് എടുക്കുക. ഇത് നിങ്ങളുടെ വാക്കുകളുടെ ഭാരം വർദ്ധിപ്പിക്കും. 3-ാം വഴി, മനസ്സിൽ നിന്ന് സംസാരിക്കുക, തലച്ചോറിൽ നിന്നല്ല. നിങ്ങളുടെ സംസാരം തലച്ചോറിൽ നിന്ന് മാത്രമാണെങ്കിൽ അത് യുക്തിസഹമായി തോന്നാം. എന്നാൽ നിങ്ങളുടെ സംസാരം ഹൃദയത്തിൽ നിന്ന് വരുമ്പോൾ അത് ഹൃദയത്തിലെത്തുന്നു. സംഭാഷണത്തിൽ വികാരം ചേർക്കുക, ചെറുതായി പുഞ്ചിരിക്കുക, മറ്റേയാളുടെ വാക്കുകളിൽ താൽപ്പര്യം കാണിക്കുക, ആവശ്യമുള്ളപ്പോൾ സഹാനുഭൂതി കാണിക്കുക. ഈ കാര്യങ്ങളാണ് ഒരു ലളിതമായ സംഭാഷണത്തെ അവിസ്മരണീയമാക്കുന്നത്. അടുത്ത തവണ നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ഓർക്കുക, പോസിറ്റീവ് വാക്കുകൾ തിരഞ്ഞെടുക്കുക. ആത്മവിശ്വാസമുള്ള ശബ്ദത്തിൽ സംസാരിക്കുക, ഹൃദയത്തിൽ നിന്ന് ബന്ധപ്പെട്ട് സംസാരിക്കുക. നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ മറ്റേയാൾ നിങ്ങളുടെ വാക്കുകൾ മാത്രമല്ല കേൾക്കുന്നത്, നിങ്ങളുടെ മുഴുവൻ സാന്നിധ്യവും അവർക്ക് അനുഭവപ്പെടുന്നു. ഇതാണ് യഥാർത്ഥ കാന്തിക ശക്തി. 7. വസ്ത്രധാരണ രീതിയിലൂടെ നിങ്ങളുടെ ഊർജ്ജത്തെയും ഓറയെയും പ്രതിഫലിപ്പിക്കുക. വസ്ത്രങ്ങൾ ശരീരം മറയ്ക്കാൻ മാത്രമുള്ളതല്ല. നിങ്ങളുടെ വസ്ത്രധാരണം നിങ്ങളുടെ ഊർജ്ജത്തിന്റെ ഒരു വിപുലീകരണമാണ്, എക്സ്റ്റൻഷൻ. ആളുകൾ നിങ്ങളെ കാണുന്നതിനു മുമ്പ് നിങ്ങളുടെ ഊർജ്ജം അനുഭവിക്കുന്നു. നിങ്ങളുടെ വസ്ത്രധാരണം ആ ഊർജ്ജത്തെ ദൃശ്യമാക്കാൻ സഹായിക്കുന്നു. ഓർക്കുക, വസ്ത്രധാരണ രീതി എന്നാൽ ഫാഷനെ കണ്ണടച്ച് അനുകരിക്കുക എന്നല്ല. ശൈലി, സ്റ്റൈൽ എന്നാൽ നിങ്ങൾ ആരാണോ അതിനെ വിവേകത്തോടെയും അന്തസ്സോടെയും അവതരിപ്പിക്കുക എന്നതാണ്.
ഏതുതരം വസ്ത്രധാരണമാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് എങ്ങനെ അറിയാം? ഒന്നാം ഘട്ടം, നിങ്ങൾക്ക് ആദ്യം ഇഷ്ടമുള്ളത് ധരിക്കുക. നിങ്ങൾ നിങ്ങളുടെ വസ്ത്രങ്ങളിൽ സുഖകരവും ആത്മവിശ്വാസമുള്ളവനുമായി തോന്നുകയാണെങ്കിൽ ആ വികാരം മറ്റുള്ളവരിലേക്കും എത്തും. ഒരാൾ വില കൂടിയ സ്യൂട്ട് ധരിച്ചിട്ടും അസ്വസ്ഥനാണെന്ന് കരുതുക. മറ്റൊരാൾ ലളിതമായ വസ്ത്രത്തിൽ പൂർണ്ണ ആത്മവിശ്വാസമുള്ളവനാണ്. ആരുടെ ഊർജ്ജമായിരിക്കും ശക്തമായിരിക്കുക? തീർച്ചയായും സ്വയം സന്തുഷ്ടനായ വ്യക്തിയുടെ. രണ്ടാം ഘട്ടം, നിങ്ങളുടെ ശൈലിയെ നിങ്ങളുടെ വ്യക്തിത്വവുമായി പൊരുത്തപ്പെടുത്തുക. നിങ്ങൾ ശാന്തനും മാന്യനുമാണെങ്കിൽ മിതമായ നിറങ്ങൾ ധരിക്കുക. നിങ്ങളുടെ ഊർജ്ജം പ്രകാശമുള്ളതും ഊർജ്ജസ്വലവുമാണെങ്കിൽ കുറച്ച് വൈബ്രന്റ് നിറങ്ങൾ തിരഞ്ഞെടുക്കുക. നിറങ്ങൾക്കും വലിയ സ്വാധീനമുണ്ട്. ചുവപ്പ്, ശക്തിയുടെയും അഭിനിവേശത്തിന്റെയും നിറം. കറുപ്പ്, നിഗൂഢതയുടെയും സൗന്ദര്യത്തിന്റെയും സൂചന. നീല, വിശ്വാസവും ശാന്തമായ ഊർജ്ജവും. വെളുപ്പ്, പരിശുദ്ധിയും ലാളിത്യവും. നിങ്ങളുടെ ഊർജ്ജത്തിനനുസരിച്ച് നിറങ്ങൾ തിരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ ഓറയെ കൂടുതൽ തിളക്കമുള്ളതാക്കും. മൂന്നാം ഘട്ടം, വൃത്തിയും ശ്രദ്ധയും ഉള്ളവരായി കാണപ്പെടുക. നിങ്ങൾ എന്ത് ധരിച്ചാലും വസ്ത്രങ്ങൾ വൃത്തിയുള്ളതും ശരിയായ അളവിലുള്ളതും നിങ്ങളുടെ മൊത്തത്തിലുള്ള വ്യക്തിത്വവുമായി പൊരുത്തപ്പെടുന്നതുമായിരിക്കണം. ഓർക്കുക, നിങ്ങൾ ഏത് ബ്രാൻഡിന്റെ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നതെന്ന് ആളുകൾ ആദ്യ കാഴ്ചയിൽ വിലയിരുത്തുന്നില്ല. മറിച്ച് നിങ്ങൾ എത്രത്തോളം സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും നിങ്ങളെത്തന്നെ ചുമക്കുന്നു എന്നതിലാണ് അവർ ശ്രദ്ധിക്കുന്നത്. അടുത്ത തവണ നിങ്ങളുടെ വാർഡ്രോബിൽ നിന്ന് എന്തെങ്കിലും തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കുക: ഈ വസ്ത്രങ്ങൾ എന്റെ യഥാർത്ഥ ഊർജ്ജത്തെ കാണിക്കുന്നുണ്ടോ? അതെയെങ്കിൽ ധരിക്കുക, പുഞ്ചിരിക്കുക, നിങ്ങളുടെ കാന്തിക സാന്നിധ്യം ആസ്വദിക്കുക. 8. സ്വയം സ്നേഹത്തിനും ആന്തരിക ആത്മവിശ്വാസത്തിനും സെൽഫ് ലവ് ആൻഡ് ഇന്നർ കോൺഫിഡൻസ് മുൻഗണന നൽകുക. ലോകത്തിലെ ഒരു ശൈലിയും ഒരു സാങ്കേതികവിദ്യയും ഒരു തന്ത്രവും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് എനിക്ക് എന്നെ തന്നെ ഇഷ്ടമാണ് എന്ന തോന്നൽ വരാതെ പ്രവർത്തിക്കില്ല. നിങ്ങൾ നിങ്ങളെത്തന്നെ സ്നേഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എത്ര നല്ല വസ്ത്രം ധരിച്ചാലും എത്ര നല്ല നേത്രബന്ധം നിലനിർത്തിയാലും ആളുകൾക്ക് നിങ്ങളുടെ ആ കുറവ് അനുഭവിക്കാൻ കഴിയും. കാരണം ഊർജ്ജം ഒരിക്കലും കള്ളം പറയില്ല. നിങ്ങൾ നിങ്ങളെ പൂർണ്ണ ഹൃദയത്തോടെ അംഗീകരിക്കുമ്പോൾ നിങ്ങളുടെ കഴിവുകളോടും നിങ്ങളുടെ ബലഹീനതകളോടും കൂടി നിങ്ങൾ ഒരുതരം ആന്തരിക തിളക്കം, ഇന്നർ ഗ്ലോ സൃഷ്ടിക്കുന്നു. അത് ഏതൊരു ഭൗതിക രൂപത്തെക്കാളും ശക്തമാണ്. സ്വയം സ്നേഹവും ആന്തരിക ആത്മവിശ്വാസവും എങ്ങനെ വർദ്ധിപ്പിക്കാം? വളരെ ലളിതവും എന്നാൽ ആഴത്തിലുള്ളതുമായ വഴികൾ. ഒന്നാം ഘട്ടം, നിങ്ങളുമായി സൗഹൃദത്തിലാവുക. നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിനോട് നിങ്ങൾ എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ നിങ്ങളോട് തന്നെ പെരുമാറുക. നിങ്ങളുടെ ചെറിയ വിജയങ്ങളിൽ പോലും നിങ്ങളെത്തന്നെ അഭിനന്ദിക്കുക. നിങ്ങളുടെ തെറ്റുകൾക്ക് നിങ്ങളെത്തന്നെ ക്ഷമിക്കാൻ പഠിക്കുക. എന്തെങ്കിലും തെറ്റിപ്പോയാൽ നിങ്ങളെത്തന്നെ കുറ്റപ്പെടുത്തുന്നതിന് പകരം നിങ്ങളോട് പറയുക: സാരമില്ല, ഞാൻ പഠിക്കുകയാണ്, ഞാൻ മുന്നോട്ടു പോകുകയാണ്. രണ്ടാം ഘട്ടം, ദിവസവും സ്വയം സ്ഥിരീകരണങ്ങൾ, ഡെയിലി സെൽഫ് അഫർമേഷൻസ് ഉപയോഗിക്കുക. എല്ലാ ദിവസവും രാവിലെ നിങ്ങളോട് തന്നെ പറയുക: ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ പൂർണ്ണമായും യോഗ്യനും ബഹുമാനത്തിന് അർഹനുമാണ്, എന്നിൽ എന്നെ ഓരോ ദിവസവും മികച്ചവനാക്കുന്ന ഒരു അത്ഭുതകരമായ ശക്തിയുണ്ട്. ഈ വാക്കുകൾ പതുക്കെ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ, സബ് കോൺഷ്യസ് മൈൻഡ് ആഴ്ന്നിറങ്ങുകയും നിങ്ങളുടെ മുഴുവൻ വ്യക്തിത്വത്തിലും മാറ്റം വരുത്തുകയും ചെയ്യും. മൂന്നാം ഘട്ടം, ഞാൻ മതിയായ വ്യക്തിയാണ്, ഐ ആം ഇനഫ് എന്ന വികാരം നിങ്ങളുടെ ഉള്ളിൽ സൃഷ്ടിക്കുക. നിങ്ങളോട് തന്നെ വീണ്ടും വീണ്ടും പറയുക: ഞാൻ ഇരിക്കുന്നതുപോലെ തന്നെ പൂർണ്ണനാണ്, ഞാൻ മറ്റൊരാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയല്ല, എന്നെ തന്നെ പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് ജീവിക്കുന്നത്. ഈ വികാരം നിങ്ങളുടെ ഉള്ളിൽ ഉറച്ചുപോകുമ്പോൾ നിങ്ങളുടെ മുഖത്ത് ഒരു പ്രത്യേക തിളക്കം വരും. നിങ്ങളുടെ നടത്തയിൽ ഒരു പ്രത്യേക ആത്മവിശ്വാസം വരും. ഇതാണ് യഥാർത്ഥ കാന്തിക ശക്തി. ഓർക്കുക, സ്വയം സ്നേഹം എന്നത് അഹങ്കാരമല്ല. നിങ്ങളുടെ അസ്തിത്വത്തെ, നിങ്ങളുടെ യാത്രയെ, നിങ്ങളുടെ ഗുണങ്ങളെയും കുറവുകളെയും പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിക്കലാണ്. നിങ്ങൾ നിങ്ങളെ യഥാർത്ഥമായി സ്നേഹിക്കുമ്പോൾ ലോകവും അതുപോലെ തന്നെ നിങ്ങളോട് പ്രതികരിക്കും. ഒരു ചെറിയ വെല്ലുവിളി. ഇതാ നിങ്ങൾക്കായി ഒരു ചെറിയ വെല്ലുവിളി. ഇന്നു മുതൽ എല്ലാ ദിവസവും രാവിലെ കണ്ണാടിയിൽ നോക്കുക. എന്നിട്ട് നിങ്ങളോട് തന്നെ പുഞ്ചിരിച്ചുകൊണ്ട് പറയുക: ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എന്നിൽ അഭിമാനിക്കുന്നു. വെറും 7 ദിവസം ഇത് ചെയ്യുക. എന്നിട്ട് നോക്കൂ, നിങ്ങളുടെ വൈബ്, നിങ്ങളുടെ ഓറ, നിങ്ങളുടെ മുഴുവൻ ലോകവും എങ്ങനെ മാറുന്നുവെന്ന്. ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാൻ കഴിഞ്ഞെങ്കിൽ കമന്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇതുപോലുള്ള കൂടുതൽ ആഴത്തിലുള്ള ജീവിതത്തെ മാറ്റിമറിക്കുന്ന വിഷയങ്ങളിൽ ഞാൻ വീഡിയോകൾ ഉണ്ടാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചത്തെ കൂടുതൽ തിളക്കമുള്ളതാക്കുക.